മനുഷ്യരനാ പറഞ്ഞ പേടിക്കണ്ട. പോകില്ലേ? നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു തിയേറ്ററിൽ ഈ സിനിമയുടെ ഷോയിൽ എൻ്റെ സിനിമ കണ്ട പ്രേക്ഷകരെ ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളോടൊപ്പം എനിക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുതും വലുതുമായ പ്രയാസങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അതിലെ അറിയാതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എനിക്ക് താങ്ങുന്നതിലപ്പുറമായിരിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കാം, ഭയന്നായിരിക്കാം ഞാൻ ഇതുവരെ തിയേറ്ററിൽ വരാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞൂടാ, എന്താണേലും ഒരു നല്ല അനുഭവമാണ്. ഗോകുല് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിങ്ങളുടെയൊക്കെ കണ്ണുകളിലേക്ക് നോക്കൂ എന്ന്. വളരെ സന്തോഷം. നിങ്ങൾക്ക് ഈ സിനിമ ഉൾക്കൊള്ളാൻ, ആസ്വദിക്കാമെന്നോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നത്, ഈ സിനിമയെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ബ്രിസാറിനെ പോലെയല്ല, ഞാനിത് 4ാമത്തെ തവണയാണ് തിയേറ്ററിൽ പോകുന്നത്. ഓപ്പണിംഗ് ഷോയ്ക്ക് തന്നെ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ട് ആസ്വദിച്ചു. കോഴിക്കോട് ഒരു തിയേറ്ററിൽ പോയി അവിടെ കണ്ടു. എല്ലാ തിയേറ്ററുകളിലും ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നീണ്ട 16 വർഷത്തെ ബ്രിസാറിന്റെ അധ്വാനമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ചലച്ചിത്രമായി എത്തിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള അധ്വാനം ഓരോരുത്തർക്കും ഇപ്പോൾ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ പ്രിയപ്പെട്ട ഗോകുൽ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ അപ്പോൾ പൃഥ്വിരാജിന്റെ അഭിനയ മികവ് നിങ്ങൾ കണ്ടു. അപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്, ഇതിന്റെ അണിയറ പ്രവർത്തകർ ഓരോരുത്തരും നിന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. നിതിനെ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുകയാണ്. നിതിനാണിപ്പോൾ പിരിയോറെ എന്ന പാട്ട് ഇതിനകത്ത് പാടിയത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. റോബിനുണ്ട്. റോബിൻ ആണ് ഇതിന്റെ ഡയറക്ടർ. അങ്ങനെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നവരെ പരമാവധി ആൾക്കാരെല്ലാം വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ നിറഞ്ഞ ഹൃദയം, മുഖമൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നതിന് വേണ്ടിയാണ്. ഇത്രയും കാലത്തെ അധ്വാനം വ്യർത്ഥമായില്ല എന്ന ഒരു വലിയ സന്തോഷമാണ് നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഉള്ളത്. വലിയ സന്തോഷം. ഈ സിനിമയെ ഹൃദയത്തിൽ വഹിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ, ഞാനിപ്പോ സാറിനോട് പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ നാടകങ്ങളിലൊക്കെ പോയിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് തട്ടേന്ന് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് ഒക്കെ നിങ്ങളുടെയൊക്കെ കണ്ണിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തോ എല്ലാവരും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിലും ഒരു സ്നേഹത്തോടുള്ള ഒരു നോട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മളെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. നമ്മളെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലേ സാർ? അപ്പോൾ അതിന് എല്ലാവരുടെ അടുത്തും നന്ദി. എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമുണ്ട്.
നമ്മളെയൊക്കെ ഉള്ളു തുറന്ന സ്നേഹം അത്രമാത്രം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ താങ്ക് യു എവ്രി വൺ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഹായ്, ഞാനാണ് ഈ പടത്തിൽ പെരിയോനെ എന്നുള്ള പാട്ട് പാടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലെസി സാറിനും റഹ്മാൻ സാറിനും ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ ഭാഗമാക്കിയതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയണു. ആൻഡ് നിങ്ങൾക്കും ഈ പടത്തിനെയും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെയും ഒരുപാട് നെഞ്ചിലേറ്റി അതിന് തന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൺലി. ആൻഡ് ഇവര് കഷ്ടപ്പെട്ട അത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. ഡെഫിനറ്റ്ലി 16 വർഷം ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇതിൽ അത്രയും റിസർച്ച് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മരുഭൂമിയിൽ കിടന്ന്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവര്. ഈ പാട്ടിന് ശബ്ദം കൊടുത്തിട്ട് ഇതിന്റെ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് തന്ന സ്നേഹത്തിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു.